السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه الفائزين برضا الله. رب سبحانه وتعالى മഹതമായ ദുൽഹിജ്ജിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മുടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി വലിയ സ്വാലിഹായ അമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല വിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, പവിത്രമായ ഈ ആഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സകലമാന പാപങ്ങളും കരുണാനിധിയായ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് റഹ്മത്ത് ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം അല്ലാഹുവിന്റെ തഖ്വയിനായി നല്ലൊരു സംശുദ്ധമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, കേരളത്തിന് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ നാടായ ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ തോടുകളും കായലുകളും നിറഞ്ഞു കവിയുകയാണ്. നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വെള്ളമായി കഴിഞ്ഞു. 2017 ഞങ്ങളെല്ലാവരും വീട് മാറി പോയി. മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇനിയും എത്രയോ ദിവസങ്ങൾ വരാനിരിക്കുന്നു. കുറഞ്ഞ ദിവസമായപ്പോൾ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കണ്ടതാണ് 17 18 ഉണ്ടായ വെള്ളപ്പൊക്കം. പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പി വേലികൾ, അതുപോലെ തന്നെ പോസ്റ്റുകൾ, എത്രയോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ കുമ്പളത്ത് ജോലി ചെയ്ത ഉസ്താദ് സുബൈക്ക് പോയതാണ്. നിങ്ങളൊക്കെ കണ്ടു കാണും. പോകുന്ന വഴി പോസ്റ്റിൽ പോയി ഇടിച്ച് ബാങ്ക് വിളിക്കാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ അപകടം ഉണ്ടായ അദ്ദേഹം മരണപ്പെട്ടത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ ഉസ്താദിന് വേണ്ടി നമുക്ക് പ്രത്യേകം ഇൻഷാ അല്ലാഹ് മയ്യിത്ത് നിസ്കരിക്കണം. അങ്ങനെ പല അപകടങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുമ്പോഴും സുബൈക്ക് പള്ളി വരുമ്പോഴും ഇശാ കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ നമ്മൾ പോകുന്ന വഴികൾ, കുഴികൾ, തോടുകൾ നിറഞ്ഞ് കവിഞ്ഞു, എന്തെങ്കിലും വീണിട്ടുണ്ടോ ഇതൊക്കെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ കാര്യങ്ങൾ നീക്കണം. അള്ളാഹുവിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് മഴ അനുകൂലമാക്കി തീർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും കാലവർഷ മുസീബത്തുകളെ തൊട്ടും അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പവിത്രമായ ദുൽഹിജ്ജയുടെ ആരംഭ ദിവസം. ഇത് ദുൽഹിജ്ജ 2 ദുൽഹിജ്ജ 2 പവിത്രമായ ദിവസമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധമായ ഖുർആനും അതാ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ. നമ്മൾ ഓതുന്ന സൂറത്താണ്. വൽ ഫജ്രി, പ്രഭാതം തന്നെയാണ് സത്യം. അല്ലാഹു സത്യം ചെയ്യുന്നു. വലയാലിൻ അശ്ർ, ദുൽഹിജ്ജ ആദ്യത്തെ 10 രാവുകൾ തന്നെയാണ് സത്യം. 10 രാവുകൾ തന്നെയാണ് സത്യം. ദുൽഹിജ്ജ ആദ്യത്തെ 10 രാവുകൾ അള്ളാഹു സത്യം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ഈ പരിശുദ്ധമായ 10 രാവുകൾ വലിയ ബറക്കത്തും നിഅമത്തുമുള്ള രാവുകളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, ജാബിർ തങ്ങൾ പറയുന്നു, റസൂൽ പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും മഹത്വരമായ ദിവസം അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ എന്ത് രാവ്, എന്ത് കളി, നമ്മളിതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പഴയ കാരണവന്മാർക്ക് അതൊക്കെ ഒരു പ്രത്യേകമായ പരിഗണന നൽകിയിരുന്നു. വലിയ ബറക്കത്തുള്ള രാവുകളും ദിവസങ്ങളുമാണ്. അതുകൊണ്ടാണ് ഖുർആൻ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ? പണ്ഡിതന്മാർ പറയുന്നത് കാണാം,
യൗമുൽ ജുമുഅത്തി ഫി അശ്രി ദിൽഹിജ്ജ അഫ്ളലു മിനൽ ജുമുഅത്തി ഫി ഗൈരിഹി ലിജ്തിമാഇൽ ഫളലൈനി. പ്രത്യേകം ശ്രദ്ധിക്കണം, ദുൽഹിജ്ജയിലെ വെള്ളിയാഴ്ച അതിന് വളരെയധികം പവിത്രതയുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പണ്ഡിത മതം മറ്റുള്ള വെള്ളിയാഴ്ചയെ പോലെ അല്ല. ദുൽഹിജ്ജയിലെ വെള്ളിയാഴ്ചക്ക് വളരെ രണ്ട് പ്രത്യേകതയാണുള്ളത്. ആഴ്ചകളുടെ നേതാവാണ് വെള്ളിയാഴ്ചയെങ്കിൽ ദിവസങ്ങളുടെ നേതാക്കളായ 10 ദിവസവും ഒരുമിച്ച് കൂടുമ്പോൾ ദുൽഹിജ്ജ 10 വരുന്ന വെള്ളിയാഴ്ചക്ക് ഒന്നും കൂടി പവിത്രത കൂടും. പ്രത്യേകമായിട്ട് ഇബാദത്തെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയേണ്ട ദിനരാത്രങ്ങളാണ് ഈ പറയുന്ന 10 ദിവസങ്ങളെന്ന് പണ്ഡിത മതം പഠിപ്പിക്കുമ്പോൾ നമുക്ക് ധാരാളം അള്ളാഹുവിനോട് ചോദിക്കുവാനില്ലേ മുഅ്മിനീങ്ങളെ? നമുക്ക് പ്രശ്നങ്ങളില്ലേ? നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് പൊറുപ്പിക്കണ്ടേ? ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മതിയോ? ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മതിയോ? എത്രയോ മരണങ്ങളാണ് സംഭവിക്കുന്നത്. തിരിഞ്ഞു നോട്ടം. ഞാൻ ചെയ്തു കൂട്ടിയ പാപക്കറകൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞ് ഹൃദയം തൊട്ട് പറഞ്ഞ് ഹൃദയത്തിൽ നിന്നും വികാരം ഉൾക്കൊണ്ട് കണ്ണുനീരോടുകൂടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്യേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അള്ളാഹുവിലേക്ക് തിരിയേണ്ട ദിവസങ്ങളാണ് ദിവസങ്ങൾ. അതുകൊണ്ട് അത്തരത്തിൽ അള്ളാഹുവിലേക്ക് തിരിയുവാൻ അള്ളാഹു നിയോഗിച്ചതാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവം പറയുന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ കുറിക്കുന്നു. ഇതൊക്കെ ബുഖാരിയിലെ ഹദീസാണ്. ബുഖാരിയിൽ 969-ാമത്തെ ഹദീസ്. ഇതൊക്കെ എടുത്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ബുഖാരിയുടെ ഒക്കെ പരിഭാഷ കാണുമല്ലോ, ഖുർആന്റെ പരിഭാഷകളൊക്കെ കാണുമല്ലോ. ഉസ്താദ് പറയുന്നതൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് പഠിക്കണമെന്ന നിയത്തോടു കൂടി ആ പുസ്തകങ്ങളും ആ കിതാബുകളൊക്കെ ഒന്ന് അതിന്റെ മലയാള തർജ്ജിമയൊക്കെ എടുത്ത് നോക്കുക. ബുഖാരിയിൽ കാണാം. അതിനാണ് ഉസ്താദ് ഈ കണക്കുകളൊക്കെ പറയുന്നത്. 969-ാമത്തെ ഹദീസ് പറയുന്നു, ഇബ്നു അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരിശുദ്ധ പ്രവാചകനിൽ നിന്ന്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളലു മിനൽ അമലി ഫീ ഹാദിഹി. ഈ പറയുന്ന ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളുണ്ടല്ലോ, ദുൽഹിജ്ജ 2ആണ്. ഈ ദിവസങ്ങൾ ചെയ്യുന്ന അമലുകൾ പോലെ വേറൊരു അമലും കിടപിടിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ഈ ദുൽഹിജ്ജ 10 ചെയ്യുന്ന അമലുകൾ, പള്ളിയിൽ നമ്മൾ ഇരുന്നു, എത്ര പേര് ഇത്തികാഫിന്റെ നിയത്ത് ചെയ്തു അറിയില്ല, അതൊരു അമലാണ്. എത്ര പേര് ഖുർആൻ ഓതി, എത്ര പേര് സുബ്ഹാനല്ലാഹ് പറഞ്ഞു, എത്ര പേര് ഈ പ്രസംഗം കേൾക്കുന്നു, ഇതൊക്കെ അമലാണ്. ഈ ദുൽഹിജ്ജ 10 ചെയ്യുന്ന അമല് പോലെ വേറൊരു അമലും കിടപിടിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരൊറ്റ അമല് പോലും കിടപിടിക്കുകയില്ല. അപ്പൊ സ്വഹാബികൾക്ക് സ്വാഭാവികമായി സംശയം തോന്നി. അവർ പ്രവാചകനോട് ചോദിച്ചു, റസൂലിനോട് ചോദിച്ചു, ഖാലൂ വലൽ ജിഹാദു യാ റസൂലല്ലാഹ്. ഇസ്ലാമിലെ ധർമ്മസമരം വലിയ സംഭവമാണല്ലോ. ധർമ്മസമരത്തെക്കാളും വലുതാണോ ഈ ദുൽഹിജ്ജ 10 ചെയ്യുന്ന അമലുകൾ? ധർമ്മസമരത്തെക്കാളും വലുതാണോ? അതാണല്ലോ ഇസ്ലാമിൽ ഏറ്റവും വലിയ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ധർമ്മസമരം നടത്തുക. അപ്പൊ പ്രവാചകൻ കൊടുത്ത മറുപടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖാല വലൽ ജിഹാദ്. ധർമ്മസമരത്തെക്കാൾ, ബുഖാരിയിലാണ്, ധർമ്മസമരത്തെക്കാളും കിടപിടിക്കുന്ന അമലാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ചെയ്യുന്ന അമലുകൾക്കാണ് അതിനേക്കാളും പ്രാധാന്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വല്ല പിടുത്തമുണ്ടോ നമുക്ക്? നമ്മൾ ഈ ചെയ്യുന്ന അമലുണ്ടല്ലോ, ജസാക്കല്ലാഹ്, നമ്മൾ ഈ ചെയ്യുന്ന അമലുണ്ടല്ലോ, ഈ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ, ഈ ഇത്തികാഫ് ചെയ്യുന്നുണ്ടല്ലോ, ഈ പ്രസംഗിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇതൊക്കെ അമലാണ്. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദമരസമരം ചെയ്യുന്നതിനേക്കാളും മുൻപന്തിയിൽ നിൽക്കും. ചോദ്യത്തിന് മറുപടി കൊടുത്തു വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകൻ. അപ്പൊ സ്വഹാബികൾ എന്നിട്ട് റസൂൽ തിരുത്തി പറയുന്നു, ഇല്ലാ റജുലുൻ ഖറജ യുഹാതിറു ബിനഫ്സിഹി വമാലിഹി വലം യർജി ബിശൈഇ. ഒരു സമരമൊഴികെ ഒരാള് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്, തന്റെ സമ്പത്തെല്ലാം അള്ളാഹുവിന് നൽകിക്കൊണ്ട്, തന്റെ ശരീരവും നൽകിക്കൊണ്ട്. തന്റെ ശരീരം തിരിച്ചു വരാത്ത രക്തസാക്ഷിയില്ലേ? അടർക്കളത്തിൽ സ്വന്തം ശരീരത്തെ സമർപ്പിച്ച ആളില്ലേ? അടർക്കളത്തിൽ സ്വന്തം സമ്പത്ത് സമർപ്പിച്ച ആളില്ലേ? അത്തരത്തിലല്ലാത്ത മുഴുവൻ ധർമ്മസമരത്തെക്കാളും, അത്തരത്തിലേക്കുള്ള മുഴുവൻ ധർമ്മസമരത്തെക്കാളും കിടപിടിക്കുന്നത് ഈ പരിശുദ്ധമായിട്ടുള്ള ദുൽഹിജ്ജ 10 ഇബാദത്തുകൾക്കാണെന്ന് പരിശുദ്ധ റസൂല് പറയുമ്പോൾ
അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ലേ? ഒരാൾ യുദ്ധത്തിന് പോവുകയാണ്, സ്വന്തം ശരീരത്തിൽ ഷഹീദായി പോയി, സ്വന്തം സമ്പത്തുകളെല്ലാം ആ അടൽക്കളത്തിൽ നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു പോയി, ശുഹദാക്കളുടെ പട്ടികയിലെത്തി. അതിന്റെ അത്രയും വരത്തില്ല. അതേ സമയത്ത് ധർമ്മസമരത്തെ പോകുന്നതിനേക്കാളും അഫ്ളൽ, ഈ പറയുന്ന അമലിനേക്കാളും മുകളിൽ നിൽക്കുന്നതാണ് യുദ്ധത്തിൽ ഷഹീദാവുക. യുദ്ധത്തിൽ ഷഹീദാവണം, തിരിച്ചു വരാൻ പറ്റത്തില്ല. യുദ്ധക്കളത്തിൽ പോയി ഷഹീദാവണം, സ്വന്തം ശരീരം സമർപ്പിക്കണം. അതിനേക്കാളും മുൻപന്തിയില്ല, യുദ്ധത്തിൽ പോകുന്നതിനേക്കാളും മുൻപന്തിയിലാണ് ദുൽഹിജ്ജിലെ പ്രവൃത്തി, ദുൽഹിജ്ജയിലെ പ്രവൃത്തി. അള്ളാഹു അമൽ ചെയ്യുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. മുൻഗാമികളായ ആളുകൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഒരു സംഭവം കൂടി ഞാൻ ഉണർത്താം. താബിഈങ്ങളിൽ പ്രമുഖരായ സ്വഹാബികളെല്ലാം ഇത് ഗൗരവത്തിൽ കണ്ടിരുന്നു. പ്രവാചകന്റെ അനുയായികളായ സ്വഹാബിമാരിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് താബിഈങ്ങൾ. സഹാബികളെ കണ്ട് മനസ്സിലാക്കിയവരാണ്. അതിൽ പ്രമുഖനായ സഅദ് ബിൻ ജുബൈർ എന്ന സ്വഹാബികളെ കണ്ട മഹാൻ പറയുന്നു, ഇദാ ദഖല അയ്യാം, ബഹുമാനപ്പെട്ട സഅദ് ബിൻ ജുബൈർ ആയിരുന്നു ഈ പറയുന്ന ദുൽഹിജ്ജ എത്തിയാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ഹത്താ യകാദു യഖ്ദിറു അലൈഹി, അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇബാദത്തിൽ വ്യാപൃതനാകുമായിരുന്നു എന്നാണ്. കാരണം പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് ആവുമാർ, അദ്ദേഹത്തെ കുഴഞ്ഞു പോകുന്ന രൂപത്തിൽ ആദ്യത്തെ പദ്ധതിയാൽ പിന്നെ ഒരു നോട്ടവുമില്ല. പിന്നെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നമസ്കാരത്തിലാണ്, ദിക്റിലാണ്, സ്വലാത്തിലാണ്, നോമ്പിലാണ്, ദാനധർമ്മം പെരുപ്പിക്കുന്നതിലാണ്. ഇത് സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച സഅദ് ബിൻ ജുബൈർ എന്ന മഹാന്റെ ജീവിതത്തിൽ ചര്യയാക്കുകയാണെങ്കിൽ, ഇത് സ്വഹാബിമാരുടെ ചര്യയാണെങ്കിൽ, ഇത് പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ, നമ്മുടെ അവസ്ഥ ഇന്ന് എന്താണ്? നമ്മൾ ദുൽഹിജ്ജ 10 പരിഗണിക്കുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാറുണ്ടോ ഇരുന്നോ? നമ്മൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് ഇതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. പഴയ കാലങ്ങളിലേക്ക് നമ്മളൊന്ന് മടങ്ങിപ്പോവുക. മുൻകാലങ്ങളെ സലഫു സാലിഹീങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് പോകുവാൻ തയ്യാറെടുക്കുക. അള്ളാഹുവിലേക്കൊന്ന് തിരിയുക, റബ്ബിലേക്കൊന്ന് മുനാജാത്ത് നടത്തുക. പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നമസ്കാരങ്ങൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും കഴിയുന്ന ആളുകൾ ഹജ്ജിന് പോകുന്നില്ലേ? ഇത്രത്തോളം അമലുകൾ ചേരുന്ന വേറൊരു മാസം പോലുമില്ല ഹജ്ജുള്ള മാസം. ഹജ്ജും ദാനധർമ്മവും നമസ്കാരവും അതുപോലെ തന്നെ സകാത്തുകളും എല്ലാം മേളിക്കുന്ന വേറെ ഏത് മാസമാണുള്ളത്? റമദാൻ മാസത്തിൽ ഹജ്ജുണ്ടോ? റമദാൻ മാസത്തിൽ ഹജ്ജില്ല. ഇതെല്ലാം സമ്മേളിക്കുന്ന ഒരൊറ്റ മാസമാണ്, അതാണ് ദുൽഹിജ്ജ. ഒന്നും കൂടി പറഞ്ഞാൽ ദുൽഹിജ്ജ ആദ്യത്തെ 10 ഇതെല്ലാം സമ്മേളിക്കുന്ന, എല്ലാം അമലുകളും സമ്മേളിക്കുന്ന പ്രത്യേകമായ ദിവസം. അതുകൊണ്ടാണ് ദുൽഹിജ്ജയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം കൂടുതലെന്നാണ് പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് അമലുകൾ ചെയ്യുവാൻ തയ്യാറാവുക. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകുകയാണ്. ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല ഞാൻ. അള്ളാഹു പറഞ്ഞു, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, ഇതിന്റെ മുകളിൽ കയറിയിട്ട് ജനങ്ങളെ ഹജ്ജിന് വിളിക്കണം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഖുർആനായത്ത്. ജനങ്ങളെ ഹജ്ജ് ചെയ്യാൻ വിളിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ മുകളിൽ കയറിയുകൊണ്ട് അള്ളാഹിനോട് പറയുന്ന, അള്ളാഹുവെ, ഞാൻ വിളിക്കാൻ പോവുകയാണ്. ഈ വിളി എങ്ങനെയാണ്? ആരും കേൾക്കുന്നില്ലല്ലോ. ഒരൊറ്റ കുട്ടി പോലുമില്ല മുന്നിൽ, വിജനതയാണ്. ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് പോയി, തുറസായ സ്ഥലത്ത് പോയിട്ട്, ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഞാൻ വിളിച്ചാൽ ആരാണത് കേൾക്കുന്നത്? അള്ളാഹുവേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞു, ഇബ്രാഹിമെ, നിന്നോട് വിളിക്കാനാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് നീ കേൾക്കുക. വിളി കേൾപ്പിക്കുന്ന കാര്യം നാമാണ് കേൾപ്പിക്കുന്നവൻ, നാമാണ് കേൾപ്പിക്കുന്നവൻ. നീ അവിടെ നിന്ന് വിളിക്കുമ്പോൾ നിന്റെ നോട്ടത്തിൽ ഒരാൾ പോലും കേൾക്കുകയില്ലായിരിക്കാം. പക്ഷേ നീ വിളിക്കുമ്പോൾ ആ വിളി കേൾപ്പിക്കേണ്ടത് നാമാണ്. അത് ഞാൻ കേൾപ്പിക്കേണ്ട ആളുകൾക്ക് കൃത്യമായി അവരുടെ കരണപുടങ്ങൾക്ക് കൃത്യമാക്കുന്ന രൂപത്തിൽ അവരെ ഞാൻ കേൾപ്പിക്കുമെന്ന് അള്ളാഹു പറയുമ്പോൾ
നോക്കിക്കേ, ഹജ്ജിന് വേണ്ടി പോയി കഴിഞ്ഞു. ഇബ്രാഹിം നബി വിളിച്ചപ്പോൾ ഒരൊറ്റ കുട്ടി പോലും ഇല്ലെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ, 1 ലക്ഷമല്ല, 2 ലക്ഷമല്ല, 10 ലക്ഷമല്ല, 20 ലക്ഷമല്ല, ലക്ഷോപലക്ഷം ആളുകൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഇബ്രാഹിം നബി വിളിച്ച ആ വിളിയുണ്ടല്ലോ, അള്ളാഹു കേൾപ്പിക്കുമെന്ന് അള്ളാഹു പറഞ്ഞ വിളിയുണ്ടല്ലോ, ആ വിളി അള്ളാഹു ഏറ്റെടുത്തപ്പോൾ, ഇബ്രാഹിം നബി ഏറ്റെടുത്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ എയർപോർട്ടുകളിൽ നിന്നും, ഓരോ കപ്പൽ തുറമുഖങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ നടന്നുകൊണ്ടും പറന്നുകൊണ്ടും അതാ നങ്കൂരമായിട്ടും അള്ളാഹുവിന്റെ കഅബ ലക്ഷ്യമാക്കി ആ വിളിക്കുത്തരം നൽകി പോവുകയാണ്. നമ്മുടെ മഹലിൽ നിന്നും പോയില്ലേ? ആര് വിളിച്ചതാണ്? ഇബ്രാഹിം നബി വിളിച്ചതാണ്. ഇന്നലെ വിളിച്ചതാണോ? മിനിഞ്ഞാന്ന് വിളിച്ചതാണോ? 14,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ കുട്ടി പോലും പ്രത്യക്ഷത്തിലില്ല മുന്നിൽ. നാമാണ് കേൾപ്പിക്കുന്നവൻ. നമ്മുടെ മഹലിന്റെ പ്രസിഡന്റ് പോയിട്ടില്ല ഹജ്ജിന്. ഇന്നലെ അസറിന് ഈ പള്ളിയിൽ നിന്ന് പോയിട്ടില്ലേ? ആര് വിളിച്ചിട്ടാ പോയത്? വെറുതെ ചെല്ലാൻ പറ്റത്തില്ല. വിളിച്ചാൽ ഉത്തരം കൊടുക്കണം. നമ്മളെല്ലാം പ്രതിനിധീകരിച്ചു കൊണ്ട് പോയിരിക്കുകയാണ്. അള്ളാഹു വിളിച്ചു, ഇബ്രാഹിം നബി വിളിച്ചു, അള്ളാഹു കേൾപ്പിച്ചു. അങ്ങനെയാ വിളി വന്ന അങ്ങനെയാ. അതാണ് ഈ ഹജ്ജിലൂടെ നമുക്ക് കിട്ടുന്ന ആത്മീയമായ ഉദ്ദേശം. നമ്മൾ കണ്ടതല്ലേ ആമിർ അൽ ഗദ്ദാഫിയുടെ ചരിത്രം. മിനിഞ്ഞാന്ന് 4-ാം നാള് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മളെല്ലാവരും കണ്ടതാ. എല്ലാ ചാനലും വിളിച്ചു പറഞ്ഞതാ. ആമിർ ഗദ്ദാഫി, ലിബിയക്കാരനായ ഹാജി, വർഷങ്ങളായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗേഹം കാണണം, ഒന്ന് തവാഫ് ചെയ്യണം, ഒന്ന് സഈ ചെയ്യണം, ഒന്ന് മുസ്ദലിഫയിൽ അറഫയിലേക്ക് ഒന്ന് രാപ്പാർക്കണം, അന്ന് ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കണം. ഇബ്രാഹിം നബിയുടെ വിളിയെത്തി. അള്ളാഹു എത്തിക്കുമെന്ന് വാക്ക് കൊടുത്തു. അദ്ദേഹം ആമിർ അൽ മഹ്ദി മൻസൂർ അൽ ഗദ്ദാഫി എന്ന് പറയുന്ന സഹോദരൻ ലിബിയയിലെ എയർപോർട്ടിൽ, ലിബിയ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സബഹ എയർപോർട്ടിൽ നിന്നും ഇഹ്റാം ചെല്ലിയിട്ട്, ഇഹ്റാം നിയത്ത് വെച്ചിട്ട് ഹജ്ജ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലോട്ട് കടന്നു വരികയാണ്. എന്തോ എയർപോർട്ടിൽ വെച്ച് പ്രത്യേകമായ സാഹചര്യം വരുന്നു. ഗദ്ദാഫി എന്നുള്ള പേര് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഗദ്ദാഫി എന്നുള്ള ഒരു കുടുംബം ആ പേര് കേൾക്കുമ്പോൾ എന്തോ ടെററിസ്റ്റ് ആണോ അല്ലെങ്കിൽ തീവ്രവാദിയാണോ? ഉദ്യോഗസ്ഥരിൽ ചർച്ച നടക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ ഗദ്ദാഫി എന്ന് എഴുതിയിരിക്കുന്നു. പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്നു. കുറച്ചു കഴിഞ്ഞ് വിടാമെന്ന് പറയുന്നു. പക്ഷേ കൂടെയുള്ള എല്ലാവരും ഫ്ലൈറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവസാനം ഇദ്ദേഹത്തെ വിടുന്നില്ല. ഇദ്ദേഹത്തെ അവസാനം വിട്ടു കഴിഞ്ഞപ്പോഴേക്ക് എല്ലാം കഴിഞ്ഞ് ക്ലിയർ ചെയ്തു. അങ്ങനെയാണല്ലോ എയർപോർട്ടിന്റെ കാര്യം, അങ്ങനെയാണല്ലോ. എല്ലാം ക്ലിയർ ചെയ്തു. അവിടെ പ്രൊസീജിയേഴ്സ് ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് എത്രയോ ആളുകളാണ്, എയർഫോഴ്സ് ടെക്നിക്കുകളാണ്. ഇദ്ദേഹത്തിന്റെ വാതിലോടെ ഇദ്ദേഹം നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് പോകാൻ കഴിയുന്നില്ല. വിമാനം എടുത്തു കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യമാക്കട്ടെ, ഇപ്പൊ കളയില്ല, നിങ്ങൾക്ക് പോകാൻ വഴിയില്ല, അള്ളാഹ് പറഞ്ഞേക്കുന്നത് പോകാൻ കഴിവുണ്ടെങ്കിലാണെന്നല്ലോ. ഫ്ലൈറ്റ് വിട്ടുപോയി. അദ്ദേഹം അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്. എയർപോർട്ടിൽ തന്നെ ആശ്വസിപ്പിക്കാൻ വന്നവരോട് പറഞ്ഞു, എന്നെ വിളിച്ചത് അള്ളാഹുവാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ വിളി കേട്ടുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. ഇബ്രാഹിം നബിയാണ് എന്നെ വിളിച്ചത്. വഅലൈനൽ ബലാഗ്, ആ വിളിക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച ഈമാനോടുകൂടി അവിടെ നിൽക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇത് പഴങ്കഥയല്ലല്ലോ. ഇത് ഏതെങ്കിലും 100-600 കൊല്ലം മുമ്പ് നടന്നതല്ലല്ലോ. ഇത് മിനിഞ്ഞാന്ന് 4-ാം നാൾ നടന്നിട്ട് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ. അങ്ങനെ അദ്ദേഹം നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അറിയണം, പോയ ഫ്ലൈറ്റ് തിരിച്ചു വരികയാണ്. എങ്ങനെ? ഇത് പഴങ്കഥയല്ല. പോയ ഫ്ലൈറ്റ്, റൺവേയിലൂടെ ഓടിപ്പോയ ഫ്ലൈറ്റ് തിരിച്ചു വരികയാണ്. എന്താണ് പ്രശ്നം? എന്തോ ടെക്നിക്കൽ ഇഷ്യൂ നടന്നിരിക്കുന്നു, ഫ്ലൈറ്റിൽ എന്തോ യന്ത്ര തകരാറ് വന്നിരിക്കുന്നു, തിരിച്ചു വരികയാണ്. ഇദ്ദേഹം അൽഹംദുലില്ലാഹ് രണ്ടാമതും വന്നു, എനിക്കിനി കയറി പോകാമല്ലോ. ഉദ്യോഗസ്ഥർ ഇടപെട്ടു. പക്ഷേ അവിടുന്ന് ഉന്നതതലത്തിൽ നിന്ന് വന്നു, അവിടെ നിൽക്കുന്ന ആളെ ഇനി കയറ്റാൻ പറ്റത്തില്ല, എന്തോ ചില പ്രശ്നങ്ങളാണ്, പൈലറ്റ് സമ്മതിക്കുന്നില്ല. വ്യക്തിവൈരാഗ്യമൊന്നുമല്ല, പക്ഷെ പ്രത്യേകമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് സംഭവങ്ങളാണ്. അദ്ദേഹവും രണ്ടാമത് ആ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. പിന്നെയും വന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥർ, വേണ്ട, നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല. രണ്ടാമതും ഫ്ലൈറ്റ് വന്നു, നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല സഹോദര, നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഹജ്ജിന് പോകാൻ കഴിയില്ല, അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് പോകാൻ പറ്റും, ചെയ്യാം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് രണ്ടാമതും ഫ്ലൈറ്റ് പോകുന്നു.
അദ്ദേഹം അപ്പോഴും പറഞ്ഞു, ഇല്ല, ഞാൻ അള്ളാഹുവിന്റെ അതിഥിയാണ്, വഅലൈനൽ ബലാഗ്, എന്നെ വിളിച്ചത് അള്ളാഹുവാണ്. കണ്ടില്ല ആ ഈമാൻ കണ്ടില്ലേ? രണ്ടാമതും ഫ്ലൈറ്റ് റൺവേയിലൂടെ പോകുന്നു, പിന്നെയും പറയുന്നു ഫ്ലൈറ്റ് പോകാൻ പറ്റുന്നില്ല, എന്തോ കാലാവസ്ഥ അനുകൂലമല്ല, ക്ലൈമറ്റ് മാറിയിരിക്കുന്നു. ഫ്ലൈറ്റ് തിരിച്ചു വരുന്നു, കുറെ നേരം ഫ്ലൈറ്റ് നിർത്തിയിടുന്നു, ഇടപെടലുകൾ ഉണ്ടാകുന്നു. ആനന്ദത്തോടുകൂടി എല്ലാവരും പ്രത്യേകമായ ഇടപെടലിൽ വന്നുകൊണ്ട് അദ്ദേഹത്തെ രണ്ടാമത് ഫ്ലൈറ്റിലോട്ട് ആനയിച്ച് കയറ്റുകയാണ്. പൈലറ്റുകൾ സ്വീകരണം കൊടുക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവിൽ നിശ്ചയിച്ചുകൊണ്ട് എന്നെ വിളിച്ചത് അള്ളാഹുവാണ്, എന്നെ വിളിച്ചത് ഇബ്രാഹിം നബിയാണ്. ഇൻഷാ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, പറന്നു പോയ ഫ്ലൈറ്റ് വിളിക്കുവാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റൺവേയിലൂടെ പോകുമ്പോൾ തകർന്ന് വീഴുന്നതല്ല, അള്ളാഹു എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം അപ്പുറം അള്ളാഹിന്റെ കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ഫ്ലൈറ്റിനെ തിരിച്ചു വിളിക്കുവാൻ അല്ലാഹ് എന്ന ശക്തിയിലേക്ക് മടങ്ങേണ്ടതുണ്ട്. നമുക്കതിന്നില്ല, ഈ സമൂഹത്തിൽ അതില്ല. ഇന്ന് ഈമാനില്ല. ഒരു കടം വരുമ്പോഴേക്ക് പലിശക്ക് പോവുകയാണ്, ഒരു പ്രശ്നം വരുമ്പോഴേക്ക് അള്ളാനെ വിട്ടുകൊണ്ട് മറ്റുള്ള രൂപത്തിലേക്ക് പോവുകയാണ്. അള്ളാഹ് വേണ്ട, അള്ളാഹ് സഹായിക്കത്തില്ല. അള്ളാഹ് നിന്നെ കൈ പിടിക്കും. നീ ഉറച്ചു നിൽക്കണം. അള്ളാഹുവിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹു എന്നെ സഹായിക്കുമെന്ന നല്ല ഈമാൻ നിനക്കുണ്ടോ? ആളുകൾ കരുതും നീ പഴഞ്ചനാണ്, ആളുകൾ കരുതും ഇവനെ നിന്നെ രക്ഷിക്കാൻ ആരുമില്ല. പക്ഷേ അള്ളാന്റെ ഇടപെടൽ ഉണ്ടാകും. അള്ളാഹു ഇടപെട്ടാൽ കോടിക്കണക്കിന് ആളുകൾ നിനക്കെതിരായെങ്കിൽ പോലും അള്ളാന്റെ സഹായമുണ്ടെങ്കിൽ അതൊന്നും നിനക്ക് പ്രശ്നമല്ല. അള്ളാന്റെ സഹായം ഇല്ലെങ്കിലോ, നിങ്ങൾ എല്ലാവരും സഹായിക്കാൻ തീരുമാനിച്ച്, നിന്നെ എല്ലാവരും സഹായിക്കാൻ തീരുമാനിച്ച്, പക്ഷെ അള്ളാഹ് നിന്നെ കൈവിട്ടെങ്കിലോ ഒരു ചലനം പോലും നിനക്ക് നടത്താൻ കഴിയില്ല. ഈ പറയുന്ന സുഹൃത്തുണ്ടല്ലോ, ആമിർ അൽ ഗദ്ദാഫി എന്ന് പറയുന്ന സുഹൃത്ത്, അള്ളാഹു സഹായിച്ചു, അള്ളാഹുവിനോട് മുറുകെ പിടിച്ചു, എല്ലാ ഇടപെടലും മാറി. കാലാവസ്ഥ മാറ്റാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ടെക്നിക്ക് തകരാറുകൾ പരിഹരിക്കുവാനും ഉണ്ടാക്കുവാനും കഴിവുള്ളവനാണ് അള്ളാഹു. എയർപോർട്ട് മുഴുവൻ എതിരായിട്ടും, ഫ്ലൈറ്റ് മുഴുവൻ എതിരായിട്ടും ആ നിശ്ചയദാർഢ്യം, അള്ളാഹ് നിന്റെ കഅബ കാണണമെന്നുള്ള ആ ഉറച്ച ഈമാൻ, അതാണ് നമുക്ക് മാതൃകയാക്കേണ്ടതുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ആ ഈമാനിലോട്ട് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കാനുള്ളത് നമ്മുടെ മംഗലാപുരത്ത് എത്രയോ മാസങ്ങളായി നമ്മൾ ഇതൊക്കെ തന്നെ എപ്പോഴും പറയുന്നതാണ്. 2 മാസം മുമ്പ് നമ്മുടെ മലപ്പുറത്തുള്ള അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ എന്തോ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു അന്ന് ആരോപിച്ചുകൊണ്ട്, കണ്ടില്ലേ, അവിടുത്തെ സംഘപരിവാർ പ്രവർത്തകർ തല്ലിക്കൊന്ന്. മലയാളിയാണ്. ഇപ്പൊ പിന്നെ ഞാൻ 4-ാം നാള് നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ സമസ്ത SKSF പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പേരെന്താണ്, അദ്ദേഹം ഒന്നും അവിടെ ചെയ്തില്ല. അദ്ദേഹം അവിടെ പോയി മകൾ അബ്ദുർ റഹീം എന്ന് പറയുന്ന സമസ്തയുടെ പ്രവർത്തകൻ, എല്ലാവർക്കും സാന്ത്വന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ മംഗലാപുരത്ത് കുറച്ച് നാളുകളായിട്ട് ചില വർഗീയ പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തെ ട്രാപ്പിലാക്കി ചതിച്ച് 10-15ഓളം വരുന്ന RSS പ്രവർത്തകർ വെട്ടിക്കൊന്നില്ല. അത് ശരീരം കാണണ്ടേ, നിഷ്ഠൂരമായ കൊന്നത്. 15 പേർ ബൈക്കിൽ വന്ന് പിക്കപ്പ് വാനിൽ നിന്ന് വലിച്ചിറക്കിയിട്ട് വെട്ടിക്കൊന്നു. ഇതൊന്നും പറയാൻ പാടില്ല. ഇതൊന്നും വാർത്തയല്ലല്ലോ. എന്തിനാ കൊന്നത്? ഇദ്ദേഹം ആരായിരുന്നു? എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കുന്ന ആളായിരുന്നു? അല്ല. പക്ഷേ പ്രകോപനം കേട്ട് തല ചൂടായപ്പോൾ ഒരു പാവപ്പെട്ട മുഅ്മിനായ റസൂലിൽ വിശ്വസിച്ച, അള്ളാഹുവിൽ വിശ്വസിച്ച ഒരാൾക്കാണ് അവർ ഷഹീദിന്റെ പദവി ലഭിക്കുന്നത്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികൾ, ചെറിയ മക്കളാണ്. ഇതൊക്കെ നമ്മൾ പറയേണ്ടത്. അദ്ദേഹം അവിടുത്തെ ബദർ പള്ളിയിലെ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു, സമസ്തയുടെ പ്രവർത്തകനായിരുന്നു, മുസ്ലിമാണ്. ആരെങ്കിലും പ്രതിഷേധിച്ചോ? ആരെങ്കിലും കാമ പറയുന്നോ? പറയുന്നവൻ തീവ്രവാദിയാണ്. എന്ത് ചെയ്യാം? അതൊന്നും പറയാൻ പാടില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ വെട്ടി 100 പേരെ കൊന്നാലൊന്നും ഈ ഈമാനികമായ പ്രസ്ഥാനം നിലച്ചു പോകുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഇത് ഈമാനാണ്, ഇത് തഖ്വയാണ്. ഇവിടെ ആരെയും കൊല്ലാൻ ഞങ്ങൾക്ക് ആഹ്വാനമില്ല. സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം. ആ സമാധാനമാണ് ഇവിടെ പറയുന്നത്. ആ കുടുംബത്തിന് അല്ലാഹു തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1 വയസ്സുള്ള ഒരു മോള്, 3 വയസ്സുള്ള മോള്, അവര് ഇങ്ങനെ മണലൊക്കെ വിറ്റ് അവിടെ അങ്ങനെ ജീവിക്കുന്നവരാണ് അവർ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശാന്തി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാരക്കുകയാണ്. പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് ഗസയിൽ നിന്നും ശുഭാപ്തിപരമായ ചില വാർത്തകൾ, വെടിനിർത്തലുകൾ ഇസ്രായേൽ അംഗീകരിച്ചു, വാർത്തകൾ വരുന്നുണ്ട്. അല്ലാഹു തആല ശാന്തിയും സമാധാനവും പ്രത്യേകിച്ച് ഗസയിലും ഫലസ്തീനിലും ലോകത്ത് മുഴുവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച കഴിയുന്ന ആളുകൾ അറഫ നോമ്പ് പിടിക്കുക. അങ്ങനെ പിടിച്ചാൽ റസൂല് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി യുകഫിറു സനതൽ അല്ലതി ഖബ്ലഹു വസ്സനതൽ ലതി ബഅദഹു. മുസ്ലിമിലെ ഹദീസ് 1162. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അറഫ നോമ്പ് കൊണ്ട് പൊറുക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് പിടിക്കുക. നല്ല ഈമാനോടുകൂടി വെള്ളിയാഴ്ചയല്ലേ, അതിൻ്റെ ഒരു സുബാപ്തി, 1 കൊല്ലവും കൂടി ജീവിച്ചിരിക്കും, ആ നോമ്പിൽ ഒരു ബർക്കത്തുണ്ട് എന്നും കൂടി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. ഞാൻ വിശാലമായി കടക്കുന്നില്ല. അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച ബലിപെരുന്നാളാണ്, നമുക്കൊക്കെ അറിയാം. ഉളഹിയത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഇൻഷാ അല്ലാഹ് അതിലൊക്കെ ഇപ്പം മഹല്ല് കമ്മിറ്റി ആടുമാടുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓട്ടത്തിലാണ്. കഴിയുന്നവർ പ്രത്യേകം വളരെ താമസിക്കാതെ പ്രത്യേകം അതിലേക്ക് നമ്മൾ എന്തെടുക്കുക, ഭാഗവാത്താകുക. നമ്മുടെ ദർസിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മ വളരെ സുഖമില്ലാതെ സ്ട്രോക്ക് വന്ന് ഇപ്പൊ വീട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണമാണ് ഖൈറെങ്കിൽ അവർക്കും നമുക്കും നല്ല ഈമാനോടുകൂടി നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലൊക്കെ വരുന്ന നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ റാഫി സാഹിബിന്റെയും അവരുടെയൊക്കെ അനുജനായ സഹോദരൻ അബ്ദുസലാം അറ്റാക്ക് കഴിഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റി വളരെ ബുദ്ധിമുട്ടിലാണ്. നമ്മുടെ പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെല്ലാം ദ്വാരക്ക ആത്മീയമായി അല്ലാഹു തആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മുഹമ്മദിക്ക പള്ളിയിൽ ധാരാളം പള്ളി വാങ്ങിക്കൊടുക്കുകയും അള്ളാഹിക്ക് വേണ്ടി ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. അല്ലാഹു തആല അതിന്റെ വാങ്ങിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട മുഹമ്മദിക്കാക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് മുസാഅദ പിരിവ് ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കും. കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ അടുത്ത ആഴ്ച നമുക്കറിയാം അറഫ ദിവസമാണ്. നല്ല സംഭാവനകൾ, നല്ല ദിവസമാണ് അറഫ ദിവസവും വെള്ളിയാഴ്ചകൾ ഒരുമിച്ച് കൂടി വരുന്ന സമയമാണ്. അടുത്ത ആഴ്ച വരുമ്പോൾ ക്യാൻസർ, കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ തന്നെ നല്ലൊരു സംഭാവന കരുതി കൊണ്ടുവരിക. അല്ലാഹു തആല അതിലേക്ക് സഹായിക്കുവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷാഫി എന്ന് പറയുന്ന സഹോദരൻ ഐസിയുയിൽ നമ്മുടെ പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻകുളത്ത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു, അൽഹംദുലില്ലാഹ് ഐസിയുയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ MLA അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും അടങ്ങുന്ന ഒരു സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നത്. എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം കൊടുത്തു കഴിഞ്ഞു. ഇനിയും ആവശ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ച ആളുകളെ മുഴുവൻ ഏറ്റെടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഷാഫിക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ടത് നമ്മുടെ SKSF നാം പറഞ്ഞില്ല, മംഗലാപുരത്ത് വെട്ടുകൊണ്ടുവന്ന സഹോദരൻ, SKSF ഒരു പിരിവാണ് നടക്കുക. SKSF 36 കൊല്ലമായിട്ട് അതിന്റെ പിരിവ് പൊതുവായിട്ട് നടത്തിയിട്ടില്ല. എന്താണ് ആ പിരിവ് ലക്ഷ്യം? നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ക്യാൻസർ സെന്റർ, RCC റീജിയണൽ ക്യാൻസർ സെന്റർ, അവിടെ എത്രയോ രോഗികളാണ്, പല ഭാഗത്ത് ക്യാൻസർ ബാധിച്ച രോഗികൾ. എല്ലാ കിടപ്പാടം വരെ വിറ്റ് അവിടെ ചികിത്സയ്ക്ക് വരുന്നവരുണ്ട്. അവിടെ SKSF ഒരു സ്വാന്തനം രൂപീകരിച്ചിട്ടുണ്ട്, ഒരു സെന്റർ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് ജാരിയ എന്ന് പറയുന്ന ഒരു സംഭാവന നിങ്ങൾ അകമഴിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് ക്യാൻസർ സെന്റർ കോഴിക്കോട് അവിടെയും പ്രവർത്തിക്കുന്നു. പാവങ്ങളായ ആളുകളെ, രോഗിക്ക് കൂട്ടിരിക്കുക, അവരൊക്കെ ഒന്നുമില്ലാത്ത രോഗം വന്നാൽ അറിയാലോ എല്ലാം നഷ്ടപ്പെടും.
അവരിലേക്ക് എത്തുന്ന ഒരു ജാരിയായ സദക്കയായിട്ട് നിങ്ങൾ കരുതി. നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ SKSF പ്രവർത്തകർ അവിടെ നിന്ന് നിങ്ങളുടെ ബക്കറ്റ് നീട്ടുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ, ഇത് കൊടുക്കുന്നത് വെറുതെ ആവില്ല, അത് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് പാവങ്ങളിലേക്ക് എത്തുന്നവരാണ്, ക്യാൻസർ രോഗികളിലേക്ക് എത്തുന്നതാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവിതത്തിൽ രണ്ടറ്റവും ബുദ്ധിമുട്ടുന്ന വളരെ ഹതഭാഗ്യവന്മാരിലേക്ക് എത്തുന്ന ഈ ദുൽഹിജ്ജ മാസത്തിൽ ഈ വെള്ളിയാഴ്ച നിങ്ങൾ നല്ലത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സദഖയുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വ യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാഹ്, സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഴ ശക്തമാവുകയാണ്, അല്ലാഹുവേ പ്രളയം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കരുത് അല്ലാഹ്. അല്ലാഹുവേ അപകടങ്ങൾ, ഇത് മഴ മൂലമുണ്ടാകുന്ന സർവ്വ മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ബലാകളെ തൊട്ട് കാവൽ നൽകണം തമ്പുരാനെ. നല്ല മഴ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസ ഹനീഅൻ മരീഅൻ മരീഅ. അല്ലാഹുമ്മ അസ്ഖിനൽ ഗൈസ വറഹ്മത വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ നീ വിട്ടുപൊറുക്കണം അല്ലാഹ്. ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. ഞങ്ങളുടെ പാപങ്ങൾ വിട്ടുപൊറുക്കണം അല്ലാഹ്. ഈമാനും തഖ്വയും നൽകണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, പള്ളിയുടെ ചുറ്റും അന്തിയുറങ്ങുന്ന ഖബറാളികളടക്കം എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം തമ്പുരാനെ. അല്ലാഹുവേ മുഴുവൻ രോഗികൾക്കും സമ്പൂർണമായ ശിഫ നൽകണം അല്ലാഹ്. ഷാഫി എന്ന് പറയുന്ന സഹോദരന് പ്രത്യേകമായ ശിഫ കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരനായ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് വെട്ടുകൊണ്ട് മരണപ്പെട്ട പ്രിയപ്പെട്ട സഹോദരൻ ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ ഗസയിലും ഫലസ്തീനിലും ശാന്തി നൽകണം തമ്പുരാനെ. മുഴുവൻ ഹാജിമാർക്കും ആഫിയത്തും ആരോഗ്യവും നൽകണം അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജിന് തൗഫീഖ് നൽകണം അല്ലാഹ്. അറഫാ നോമ്പ് പിടിക്കുവാൻ തൗഫീഖ് നൽകണം നാദാ. ഉദ്ഹിയത്തിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം നൽകണം തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.